നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 മേടമാസം 8-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 21-ാം തീയതി ചൊവ്വാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ചൊവ്വാഴ്ച സൂര്യോദയം കാലത്ത് 6:15, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി ശുക്ലപക്ഷത്തിലെ വെളുത്ത പക്ഷത്തിലെ പഞ്ചമി തിഥിയാകുന്നു. നല്ല തിഥിയാണ്. നാളത്തെ നക്ഷത്രം മകേര്യം നക്ഷത്രമാകുന്നു. നാളെ മകേര്യം ഉച്ചയ്ക്ക് 12 മണി മുതൽ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കും. കാലത്ത് 12 മണി വരെ ഇടവൻ രാശിയിലാണ്. അതപ്രകാരമാണ്. മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക ഇടവൻ രാശിയും അവസാനത്തെ 30 നാഴിക മിഥുനം രാശിയുമാകുന്നു. നാളെ ചൊവ്വാഴ്ചയാണ്. മകേരം നക്ഷത്രമാണ്. ചൊവ്വക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. നാളെ സുബ്രഹ്മണ്യ പ്രീതി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ഷഷ്ഠിവ്രതമാണ്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളത്തെ ദിനം ഷഷ്ഠിവ്രതത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കപ്പാടുകളും വ്രതാനുഷ്ഠാനങ്ങളും ചെയ്യാം. ഓം വജദ്ഭുവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഷഷ്ഠി ദിനമായെന്ന് സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട ഷഷ്ഠി പൂജ, പഞ്ചാമൃതം, ത്രിമധുരം, പായസമൊക്കെ സമർപ്പിക്കുക. ഓം വജദ്ഭുവേ നമഃ എന്ന മന്ത്രം വളരെയധികം ഗുണകരമായി വർത്തിക്കുന്നതാണ്. നാളത്തെ ദിനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഭൂമിപരമായ വിഷയങ്ങൾക്കൊക്കെ വളരെ അനുകൂലമാണ്. കാരണം മകീരം നക്ഷത്രം ചൊവ്വയുമാണ്. ഭൂമികാരകനായ ചൊവ്വയാണ് ബലവാനായി നിൽക്കുന്നത്. അതിനാൽ ഭൂമിപരമായ വിഷയങ്ങൾക്കൊക്കെ വളരെ അനുകൂലമായ ദിനമാണ്. അതിനുവേണ്ടി യത്നിക്കുക. നാളത്തെ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ പറഞ്ഞു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാകാം. ഇന്ന് ചൊവ്വ ചാരവശാൽ നിൽക്കുന്നത് മീനത്തിലാണ്. അതിനാൽ നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിലും രക്തപുഷ്പാഞ്ജലി കടുംബായസം ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇപ്രകാരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലായാലും ഭദ്രകാളി ക്ഷേത്രത്തിലായാലും വഴിപാടുകളൊക്കെ ചെയ്യാം. നാളെ ശുഭമുഹൂർത്തവും കാലത്ത് 9:15 മുതൽ 11 മണി വരെയുള്ള സമയം അനുകൂലമാണ്. പ്രത്യേകിച്ച് 9:15 മുതൽ 10 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണെന്ന് അറിയുക. അത് 11 മണി വരെ നിങ്ങൾക്ക് മിഥുനൻ രാശിയിലും നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ 9:15 മുതൽ 10 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. നന്ദി, നമസ്തേ.